ഹലോ, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് അമ്മയാണ്. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, അല്പം തേങ്ങ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അമ്മേരെ മാമ്പഴ പുളിശ്ശേരി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ തേങ്ങ നമ്മൾ അരക്കുമ്പോൾ അതിലൊരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകം, മഞ്ഞൾപ്പൊടി, നമ്മുടെ പച്ചമുളക്, പിന്നെ തേങ്ങ എല്ലാം കൂടി നല്ല മഷിയായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അല്പം തൈരും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാടാം. അപ്പോൾ കുട്ടികൾ പോയിട്ട് പറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സഞ്ചി നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിശ്ശേരിക്ക് വേണ്ട മാങ്ങ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 9 മാങ്ങ എടുത്തിട്ടുണ്ട്. അമ്മ നന്നായിട്ട് കഴുകുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ. ഇനി നമുക്ക് മാങ്ങേൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു 9 മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു 9 മാങ്ങേൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ അരപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അരപ്പിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമാവണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ച് ചേർക്കണം. നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയാണ്. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ എടുക്കണം. നെയ്യിൽ ഉണ്ടാക്കിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറിന്. നല്ല ടേസ്റ്റാണ്. ഇവിടെ അമ്മ ഉണ്ടാക്കിയതാണെങ്കിൽ ഒന്നും പറയണ്ട കേട്ടോ. ചോറ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇതിപ്പോൾ മാമ്പഴക്കാലം തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 4-5 പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടോ. അടുപ്പിച്ചിട്ട് ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളുണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.